ബിഗ് ബോസിൻ്റെ ലൈവിൽ റെനയ്ക്കും ജിഷിനും ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ലൈവിലെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത്. ഷാനവാസിനെ അതിൻ്റെ ഭാഗമായിട്ട് കൺഫെഷൻ റൂമിലിരുത്തി ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ 3 പേർക്കും നോമിനേറ്റഡ് ആയ 3 പേർക്കും 3 സ്റ്റിക്കി നോട്ടുകൾ കൊടുക്കും. അതിൽ ക്യാപ്റ്റൻ എന്ന് ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതി അവിടെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ കൊണ്ട് ഒട്ടിക്കുക എന്നതാണ് ടാസ്ക്. ഏറ്റവും കൂടുതൽ ഒട്ടിക്കുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. പക്ഷേ ഇതിൽ റെനയ്ക്കും ജിഷിനും ചെറിയൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിന് മുൻപായിട്ട് 3 പേരോടും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 3 പേരും വീട്ടിൽ നിന്ന് എല്ലാവരോടുമായിട്ട് സംസാരിക്കണം. അപ്പോൾ അവർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ 3 പേരെയും റാങ്ക് ചെയ്യും. അങ്ങനെ റാങ്ക് ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും വരുന്ന ആൾക്കാർക്ക് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമേ ലഭിക്കത്തുള്ളൂ. 1ാം സ്ഥാനം ലഭിച്ച ആൾക്ക് 1ാമത്തെ ബസർ കേൾക്കുമ്പോൾ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം. 2ാമത്തെ ബസർ കേൾക്കുമ്പോഴാണ് 2ാം സ്ഥാനത്ത് വന്ന ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും അവസാനം 3ാമത്തെ ബസർ കേൾക്കുമ്പോഴാണ് 3ാം സ്ഥാനത്ത് വന്ന ആൾക്ക് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കുറവ് സമയമായിരിക്കും 3ാം സ്ഥാനം ലഭിച്ച ആൾക്ക് കിട്ടുന്നത്. അങ്ങനെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒനിയിലും 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജിഷിനും 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് റെനയുമാണ്. അപ്പോൾ ഒനിയിലിന് ആദ്യം തന്നെ ക്യാപ്റ്റൻ എഴുതി ആ ഒരു സ്റ്റിക്കി നോട്ടുകൾ ഒട്ടിക്കാൻ തുടങ്ങാം. പക്ഷേ 2ാമതാണ് ജിഷിൻ, 3ാമതാണ് ഏറ്റവും അവസാനമാണ് റെനയ്ക്കാണ് ഏറ്റവും കുറവ് സമയം ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ അവർക്ക് 2 പേർക്കും ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ആരാണ് ക്യാപ്റ്റൻ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ടാസ്ക് ലൈവിൽ നടക്കുകയാണ്. നടന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.